വർഗീയ പരാമർശങ്ങൾ നടത്തി മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചെന്ന അമ്പലപ്പുഴയിലെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരനെതിരെ പരാതി ഉയർന്നു. മത്സ്യത്തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലായിരുന്നു ജി സുധാകരന്റെ വിവാദ പ്രസംഗം. അശ്വൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അശ്വൻ, ഇത്തരമൊരു പരാതിയുടെ പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലമാണ്. സുധാകരനെതിരെ ഇന്നലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ഒരു പരാതി കൊടുത്തിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വ്യാജമായ കണക്കുകൾ എഴുതി ചേർത്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചില കണക്കുകൾ മറച്ചുവെച്ചു എന്നുള്ള പേരിലായിരുന്നു. ഇപ്പോഴിതാ മത്സ്യത്തൊഴിലാളി യൂണിയൻ, ഇടതുപക്ഷ അനുഭാവ സംഘടനയാണ്, ആ യൂണിയനും ജി സുധാകരനെതിരെ ഒരു പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 6-ാം തീയതി സുധാകരൻ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിലാണ്. അന്ന് അമ്പലപ്പുഴ കളർകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് മണലടിച്ചത് അത് മീൻമണമുള്ള മണലാണ്, അതിന് പിന്നിൽ H സലാമാണ് എന്ന തരത്തിലായിരുന്നു ജി സുധാകരന്റെ ആ പ്രസംഗത്തിലെ പരാമർശം. അതിനെതിരെയാണ് നിലവിൽ ഇപ്പോൾ ഈ പരാതി പോയിരിക്കുന്നത്. മതസ്പർദ്ധ വളർത്താനും ആളുകളെ തമ്മിലടിപ്പിക്കാനും വർഗീയ കലാപം ഉണ്ടാക്കാനുമുള്ള പ്രസ്താവനയാണ്, മനഃപൂർവ്വമുള്ള പ്രസ്താവന എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി അസോസിയേഷന്റെ പരാതി. ഇത് H സലാമിന്റെ മതമടക്കം ടാർഗറ്റ് ചെയ്തുള്ള പ്രസ്താവനയാണെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. പുന്നപ്ര SHOയ്ക്ക് നൽകിയ പരാതിയിൽ BNS 196 പ്രകാരം ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. എന്തായാലും ജി സുധാകരന്റെ വിവിധ പ്രസംഗങ്ങളിൽ ഇത്തരത്തിൽ സമാനമായ പരാമർശങ്ങൾ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് 2 പരാതികൾ ഇപ്പോൾ ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.